രാവിലെ തന്നെ ഞാനും പിഞ്ചാനും കൂടിയും നേരെ സിമിയോൻ്റെ ഷോറൂമിലേക്ക് വന്നേക്കാം. സിമിയോൻ നമ്മളെ ഷോറൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് വിളിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. മിക്കവാറും വല്ല മിഷൻസ് തരാനാവും. മിഷൻസ് എന്നൊക്കെ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള മിഷൻസ് ഒന്നുമല്ല. ഒന്നെങ്കിൽ വണ്ടികൾ അടിച്ചു മാറ്റുക, അല്ലെങ്കിൽ ഈ ഷോറൂമിൽ തന്നെ കുറച്ച് വണ്ടികളുണ്ടാവും, അത് പോയി ഡെലിവറി ചെയ്യുക. അത് മാത്രം ചെയ്യണ്ടോ? ഇവിടെ ഇപ്പോൾ ഞാനും പിഞ്ചാനും ഏതായാലും സിമിയോൻ്റെ ഷോറൂമിലേക്ക് എത്തിയേക്കാണ്. ഞാൻ പിന്നെ ഷിൻചാനും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷിൻചാൻ പിന്നെ എന്താണോ ഭയങ്കര ഉറക്കത്തില്ല. അവനെ പിന്നെ ഞാൻ വിളിച്ച് എണിപ്പിക്കാൻ നിന്നില്ല, അതവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഓക്കെ, സിമിയോൺ ഇത് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ സിമിയോണെ, മുടയാണോ? ഷോറൂമിൽ ഇഷ്ടം പോലെ വണ്ടികൾ ഉണ്ടല്ലോ, എന്താ ചെയ്യണ്ടേ? ഈ വണ്ടികൾ പോയിട്ട് ഡെലിവറി ചെയ്യണോ? ഏയ്, ആ വണ്ടികളൊന്നും ഡെലിവറി ചെയ്യേണ്ട ആവശ്യമില്ല. അത് കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പൊക്കോളൂ. നിന്നെ ഞാൻ എന്തിനാ വിളിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലോസ് ആൻഡോസിലെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് ബുഗാട്ടി കാറുകളുണ്ട്. നിനക്ക് പിന്നെ അറിയാലോ ബുഗാട്ടി കാറുകൾ എത്ര എക്സ്പെൻസീവ് ആവുമെന്ന്. ഇവിടെ പിന്നെ അധികം ആൾക്കാരുടെ കയ്യിലൊന്നുമില്ല, ആകെ 2-3 ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ഈ കാറുള്ളൂ. നീ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് ആ വണ്ടികളങ്ങ് അടിച്ചു മാറ്റുക, അത്രേ ഉള്ളൂ. എന്നിട്ട് എൻ്റെ ഷോറൂമിലേക്ക് കൊണ്ടുവരാ. ഞാൻ എന്നിട്ട് നല്ല വിലയ്ക്ക് അത് വിൽക്കും ചെയ്യും. ഓ, അത് കൊള്ളാലോ പരിപാടി. വണ്ടികളൊക്കെ ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവരാം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെന്തൊരു പകരമായിട്ട് കിട്ടുക? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഒരു $10 മില്യൺ തരാം. $10 മില്യൺ? അത് ഇച്ചിരി കുറവാണല്ലോ. ഞാൻ ബുഗാട്ടിയുടെ ഓട്ടോറിക്ഷ നല്ല അടിച്ചു മാറ്റാൻ പോണേ. എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 100 മില്യണെങ്കിലും വേണം. എന്നാൽ മാത്രം ഞാൻ ഈ പണി ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ ആളെ നോക്കിക്കോ. അയ്യോ, അങ്ങനെ പറയല്ലേ. നിനക്ക് ഞാനിപ്പോൾ $100 മില്യൺ തരാം. ആ പണി കൃത്യമായിട്ട് ചെയ്താൽ മതി. പിന്നെ ഒരു കാരണവശാലും വണ്ടിമേ സ്ക്രാച്ചൊന്നും വരാൻ പാടില്ല കേട്ടോ. സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. ആ വണ്ടി റിപ്പയർ ചെയ്യാനായിട്ട് കുറേ പൈസ ചിലവാകും. അതുകൊണ്ട് നോക്കിയും കണ്ട് വണ്ടി കൊണ്ടുവരേണ്ടി വരും. ആടെ സിമിയോണേ, അതൊക്കെ ഞാൻ നോക്കിയും കണ്ട് കൊണ്ടുവരാം. അതിപ്പോൾ വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. എടാ സിമിയോണേ, നീ എന്നാൽ ഒരു കാര്യം ചെയ്യ്. ആ വണ്ടികളിപ്പോൾ എവിടെയുള്ള ആ ലൊക്കേഷൻ അയച്ചാ ഞാനും പിഞ്ചാനും പോയിട്ട് ആ വണ്ടികൾ അടിച്ചു മാറ്റി കൊണ്ടുവരാം. ഇവിടെ പിന്നെ സിമിയോൻ്റെ ഷോറൂമിൽ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഇവിടെ ഒരു മഞ്ഞ കളർ വണ്ടിയുണ്ട്. ഇതാ മറ്റേ ഫോർഡ് ബ്രോൺകോയെന്ന് തോന്നുന്നുണ്ട്. ഇവിടെയും ഒരു വണ്ടി ഉണ്ട്. ഇത് ഔഡിയുടെ ഏതൊരു വണ്ടിയാ. ഇതേതാ വണ്ടി? ഇതാ മറ്റേ സെയിം വണ്ടിയാ, കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതെന്തെങ്കിലും ആവട്ടെ. ഫ്രാങ്ക്ലിൻ അണ്ണാ, നമ്മളിപ്പോ എങ്ങോട്ടേക്കാ പോണേ? ആ വണ്ടികൾ എവിടെയുള്ള? അതെനിക്കറിയില്ലടാ. സിമിയോൺ ഇതുവരെയ്ക്കും ലൊക്കേഷനൊന്നും അയച്ചു തന്നിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഞാനൊരു വണ്ടി നോക്കുക. നമുക്ക് ആ ലൊക്കേഷൻ വരെ പോകാനായിട്ട് ഒരു വണ്ടി വേണ്ടേ? ഓക്കെ, ഇവിടെ ഒരു വണ്ടി ഉണ്ട് കേട്ടോ. ഈ വണ്ടി ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഏതായാലും ഈ വണ്ടി അടിച്ചു മാറ്റിയേക്കാണ്. എടാ പിടിച്ചാനെ, വേഗം വന്ന് വണ്ടിയിൽ കയറ്, നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. സിമിയോൺ ഇതുവരെയ്ക്കും ലൊക്കേഷനൊന്നും അയച്ചു തന്നിട്ടില്ല കേട്ടോ. ഇവൻ എന്താണോ ലൊക്കേഷൻ അയച്ചു തരാത്തത്? ഓക്കെ, സിമിയോൺ എങ്ങനെ നമുക്ക് ലൊക്കേഷനൊക്കെ അയച്ചു തന്നേക്കാണ് കേട്ടോ. ആദ്യത്തെ ലൊക്കേഷൻ കാണിക്കണത് ഏതൊരു ബില്യണയറുടെ വീട്ടിലാണ്. ഈ ബുഗാട്ടി കാറ് പൊതുവെ ബില്യണേഴ്സാണ് മേടിക്കാറ്. ആ ബില്യണറുടെ വീട് പക്ഷേ മിലിറ്ററി ബേസിൻ്റെ അവിടെ കാണിക്കണേ. മിലിറ്ററി ബേസ് വരെ എത്തണ്ട, അതിൻ്റെ മുന്നുള്ള ഒരു സ്ഥലത്താണ്. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ടേക്ക് പോവാം. എന്തായാലും നമുക്ക് വണ്ടികളൊക്കെ അടിച്ചു മാറ്റണം, എന്നാലും സിമിയോൺ നമുക്ക് $100 മില്യൺ തരുള്ളൂ. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ സിമിയോൺ അയച്ചെന്ന ലൊക്കേഷനിലേക്ക് എത്താറായിക്കാണ്. നമുക്കിനി ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് പോവാം. ഇവിടെ പിന്നെ എന്താണാവോ ഭയങ്കര മഴയാണ്. മഴ ആയതുകൊണ്ട് നമ്മുടെ വണ്ടി നൈസായിട്ട് സ്ലിപ്പാവുന്നുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പിന്നെ ഇടയിൽ വെച്ച് ഈ വണ്ടി ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ വണ്ടി നല്ലോണം പോലെ ഡാമേജ് ആയിട്ടുണ്ട്. ഈ വണ്ടി പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ടയർ പക്ഷേ വലിയ ഗ്രിപ്പൊന്നുമില്ല, എപ്പോഴും വണ്ടി സ്കിഡാവുന്നുണ്ട്. ബെസ്റ്റ്. ഈ വണ്ടിയും കൂടിയും പോയിട്ട് ഇടിച്ചു. എന്തെങ്കിലും ആവട്ടെ, എന്തൊട്ടായാലും ഈ വണ്ടി ഞാൻ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കും. ആ ബുഗാട്ടി അടിച്ചു മാറ്റുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആ ബുഗാട്ടി ഓടിച്ചിട്ട് തിരിച്ചു വരുള്ളൂ. ഇവിടെ ഇപ്പോൾ ആ ലൊക്കേഷനിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ ഒരു വീടുണ്ട്. ഈ വീട്ടിലാണ് ലൊക്കേഷൻ കാണിക്കണത്. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, വണ്ടി ഇവിടെ പുറത്ത് പാർക്ക് ചെയ്യാം. അകത്തേക്ക് കയറ്റണില്ല, അകത്ത് മിക്കവാറും ആൾക്കാരുണ്ടാവും. നമുക്കൊന്ന് കയറി ചെല്ലാം. ഏതാ വീട്? ഇത് വീടല്ല, ഇത് വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ്. അതായിരിക്കും വീട്. അത് പക്ഷേ അത്ര വലിയ വീടൊന്നുമല്ല കേട്ടോ. ഇവിടെ പിന്നെ എനിക്ക് വണ്ടികളൊന്നും കാണാനില്ല. ഇനിയിപ്പോൾ സിമിയോൺ തെറ്റായ ലൊക്കേഷൻ പറഞ്ഞെന്നാ. ഇല്ലില്ല, ഒരു മിനിറ്റ്.
ഞാനവിടെ ഒരു വണ്ടി കണ്ടു, ഒരു മഞ്ഞ കളറിൽ ഉള്ള വണ്ടിയാ. അത് ബുഗാട്ടി ആയാൽ മതിയായിരുന്നു. ഓക്കെ, അത് ബുഗാട്ടി തന്നെയാ. അത് ഏതാ മോഡൽ എന്നൊന്നും എനിക്കറിയില്ല. ഒരു മഞ്ഞ കളറിലാണ് വണ്ടി. മഞ്ഞ കളറിൽ ഈ വണ്ടി കാണാനായിട്ട് അടിപൊളിയുണ്ട്. ഇത് പിന്നെ ഒരു കൺവെർട്ടബിൾ മോഡലാണല്ലോ. ഞാൻ ആദ്യമായിട്ടാ ഒരു കൺവെർട്ടബിൾ ബുഗാട്ടി കാണണേ. എടാ പിൻചാനെ, ഇത് കണ്ട, നമ്മൾ ഈ വണ്ടി അടിച്ചു മാറ്റാൻ പോണേ. ഒരു മിനിറ്റ്, ഇവിടെ വീടൊക്കെ ലോക്ക് ചെയ്തിട്ടേക്കാ. എനിക്ക് തോന്നണത് ഇവിടെ ഉള്ളവർ എങ്ങോട്ടോ പുറത്തേക്ക് പോയേക്കാന്ന്. അവർ ചിലപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടിയിൽ പോയിണ്ടാവും. ആ കാശുകാരല്ലേ, അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ വണ്ടികൾ ഉണ്ടാവും. നമുക്കന്ന് ഒരു കാര്യം ചെയ്യാം, ഈ കാണുന്ന വണ്ടി ഇങ്ങ് അടിച്ചു മാറ്റാം. ഈ വണ്ടി ഇനി ലോക്കാണോ? ഈ വണ്ടി ലോക്കൊന്നുമല്ല. നമ്മൾ സുഖമായിട്ട് അകത്തേക്ക് കയറി. എന്നാലും ഇവർ എന്താണാവോ വണ്ടി ലോക്ക് ചെയ്യാണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഏതായാലും ഈ വണ്ടി അടിച്ചു മാറ്റിയേക്കാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ വണ്ടി എടുത്ത് പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം ഈ വണ്ടി ഒരു കൺവെർട്ടബിൾ മോഡലാണ്. പുറത്ത് ഭയങ്കര മഴയായതുകൊണ്ട് വണ്ടിയുടെ അകത്ത് വെള്ളം കയറും. നിങ്ങളപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ വണ്ടിയുടെ റൂഫ് അടച്ചിട്ടാൽ പോരേന്ന്. പക്ഷേ ഈ വണ്ടിയുടെ റൂഫ് അടയ്ക്കാൻ പറ്റില്ല, ഫുൾ ടൈം തുറന്നിട്ട് ഇരിക്കുക. അതുകൊണ്ട് ഈ മഴ പോവാണ്ട് നമുക്കിവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. നമുക്കെന്നാൽ ഒരു കാര്യം ചെയ്യാം, കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് ആരും വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. അഥവാ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ പണിപ്പാളി. ഓക്കെ ഗൈസ്, ഇവിടെ ഇങ്ങനെ മഴയൊക്കെ പോയേക്കാണ് കേട്ടാ. ഇപ്പോൾ അവിടെ ഭയങ്കര വെയിലായി. നമുക്കെന്നൊരു കാര്യം ചെയ്യാം, ഈ വണ്ടിയും കൊണ്ട് നേരെ സിമിയോൻ്റെ ഷോറൂമിലേക്ക് പോവാം. സിമിയോൻ പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാരണവശാലും ഒരു ചെറിയ സ്ക്രാച്ച് പോലും വരാൻ പാടില്ല എന്ന്. ഒരു ചെറിയ സ്ക്രാച്ച് വന്നാൽ മതി, പിന്നെ അത് തന്നെ മാറ്റാനായിട്ട് കുറേ പൈസ ചിലവാവും. കാരണം ഇത് ബുഗാട്ടിയാണ്. നമുക്കപ്പോൾ നോക്കിയും കണ്ട് വണ്ടി ഓടിക്കേണ്ടി വരും. അതിപ്പോൾ വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല, നമുക്ക് നോക്കിയും കണ്ട് വണ്ടി ഓടിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ വണ്ടിയും കൊണ്ട് നേരെ സിമിയോൻ്റെ ഷോറൂമിലേക്ക് എത്തിയേക്കാണ്. സിമിയോൻ 3 വണ്ടികളാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു വണ്ടി കൊണ്ടുവന്നേക്കാണ്. ഇനി നമുക്ക് പോയിട്ട് ബാക്കി 2 വണ്ടികളും കൂടി കൊണ്ടുവരണം. ഓക്കെ ഗൈസ്, സിമിയോൺ അങ്ങനെ അടുത്ത വണ്ടിയുടെ ലൊക്കേഷനും കൂടി അയച്ചേക്കാണ്. അത് പക്ഷേ ഒരു വെറൈറ്റി ലൊക്കേഷനാണ് കേട്ടോ. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മൈക്കിളുടെ വീട്ടിലാണ്. മൈക്കിൾ എപ്പോഴാണോ ബുഗാട്ടിയൊക്കെ മേടിച്ചത്. മൈക്കിളും ഒരു ബിസിനസ്മാൻ ഒക്കെ തന്നെയാണ്. നമുക്കപ്പോൾ മൈക്കിളുടെ വീട്ടിൽ പോയിട്ട് ബുഗാട്ടി അടിച്ചു മാറ്റണം. സംഭവം ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടിയാണ്. ഞാൻ പണ്ട് ഒരിക്കൽ മൈക്കിളുടെ വീട്ടിൽ ഒരു വണ്ടി അടിച്ചു മാറ്റാൻ പോയി. നിങ്ങൾക്ക് കുറേ പേർക്ക് ആ കഥ അറിയായിരിക്കും. ഒരു മഞ്ഞ കളർ വണ്ടിയാണ്. നമ്മളെന്നിട്ട് ആ വണ്ടിയൊക്കെ നൈസായിട്ട് അടിച്ചു മാറ്റി. പക്ഷേ വരുന്ന വഴിയിൽ മൈക്കിൾ നമ്മളെ നൈസായിട്ട് പിടിച്ചു. അതുണ്ടായേ. ഇപ്രാവശ്യം നമ്മൾ ഒരു ബുഗാട്ടി അടിച്ചു മാറ്റാൻ പോണേ. മൈക്കിളെങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പണി പാളും. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ മൈക്കിളുടെ വീട്ടിലേക്ക് എത്തിയേക്കാണ്. വണ്ടി നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. നമ്മൾ മെയിൻ എൻട്രൻസ് വഴി കയറണില്ല, ഇവിടെ നിന്ന് അങ്ങ് ചാടി പോവാം. ഒരു മിനിറ്റ്, ആ ബുഗാട്ടി ഇവിടെ ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചത് ആ ഗ്യാരേജിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന്. ഈ ബുഗാട്ടി പക്ഷേ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഈ വണ്ടി അടിച്ചു മാറ്റാം. ഈ വണ്ടി അടിച്ചു മാറ്റാൻ അത്ര എളുപ്പമൊന്നുമല്ല. മൈക്കിളെ വണ്ടി ലോക്ക് ചെയ്തിട്ടേക്കാം. നമുക്കിപ്പോൾ ഈ വണ്ടിയുടെ താക്കോല് കണ്ടുപിടിക്കേണ്ടി വരും. മിക്കവാറും മൈക്കിളുടെ വീടിൻ്റെ അകത്തുണ്ടാവും. നമുക്കപ്പോൾ മെയിൻ ഡോർ വഴി കയറണ്ട, നമുക്ക് ബാക്കിലത്തെ വഴി കൂടെ കയറാം. ഒരു മിനിറ്റ്, മൈക്കിൾ അവിടെ നിൽക്കണ്ടല്ലോ. അതവിടെ സിഗരറ്റും വലിച്ച് നിൽക്കുക. നമുക്കപ്പോൾ ബാക്കിലത്തെ എൻട്രൻസ് വഴി കയറാൻ പറ്റില്ല, നമുക്ക് ഫ്രണ്ടിൽ കൂടെ തന്നെ കയറാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എനിക്ക് ആരെയും കാണാനില്ല. മൈക്കിളുടെ ഫാമിലി ഇവിടെ ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഡ്രോവേഴ്സൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്തൊന്നുമില്ല. ഇവിടെ ഷോക്കേസൊക്കെ ഉണ്ട്. ഇവിടെയും താക്കോലൊന്നും കാണാനില്ല. ആ താക്കോല് എവിടെയാണോ എടുത്തു വച്ചേക്കണത്? ഒരു മിനിറ്റ്, താക്കോല് മിക്കവാറും മൈക്കിളുടെ റൂമിലാവും. ഇവിടെയും 2 ഡ്രോവേഴ്സൊക്കെ ഉണ്ട്, നമുക്കത് നോക്കി നോക്കാം. ഓക്കെ, എനിക്കങ്ങനെ വണ്ടിയുടെ താക്കോലൊക്കെ കിട്ടിയേക്കാണ് കേട്ടോ. അത് ആ ഡ്രോവേഴ്സിൻ്റെ ഉള്ളിൽ ഇരിക്കണ്ടായിരുന്നു. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, വണ്ടി എടുത്തിട്ട് വേഗം സ്ഥലം വിടാം. ഒരു മിനിറ്റ്, മൈക്കിൾ അവിടെ ഇപ്പോഴും നിൽക്കണ്ട. മൈക്കിള് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ സിഗരറ്റും വലിച്ച് നിൽക്കുക. ഇവിടെ എന്താ ഉണ്ടായെന്ന് ഒന്നും അറിഞ്ഞിട്ടില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യം. ഓക്കെ, ഇവിടുത്തെ ഈ കാണുന്ന വണ്ടിയും കൂടിയും അടിച്ച് മാറ്റിയേക്കാണ്. ഇത് മറ്റേതാട്ടാ, ബുഗാട്ടി ഷിറോണ്. ഷിറോണാണോ ചിറോണാണോ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സംഭവം മറ്റേ ആൻഡ്രൂ ടേറ്റിൻ്റെ ബുഗാട്ടിയാണ്.
ഇത് പിന്നെ ബ്ലാക്ക് കളറാണെന്നുള്ളൂ. നമുക്കിപ്പോൾ ഏതായാലും ഇതും കൊണ്ട് നേരെ സിമിയോൻ്റെ ഷോറൂമിലേക്ക് പോവാം. ഊഫ്, ജസ്റ്റ് മിസ്സിട്ടാ, ഇപ്പോൾ കൊണ്ടേ ഇടിച്ചാന്. ഓക്കെ ഗൈസ്, ആ വണ്ടി കൂടി ഞാനങ്ങനെ സിമിയോനെ കൊണ്ട് കൊടുത്തേക്കാണ്. സിമിയോൺ അങ്ങനെ മൂന്നാമത്തെ വണ്ടിയുടെയും ലൊക്കേഷൻ അയച്ചു തന്നു. ആ ലൊക്കേഷൻ പക്ഷേ കാണിക്കണത് പോലീസ് സ്റ്റേഷൻ്റെ അവിടെയാണ്. നമുക്കപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ആ വണ്ടി അടിച്ച് മാറ്റണം. അതിപ്പോൾ വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇഷ്ടംപോലെ വണ്ടികൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എടാ പെൺച്ചാരെ, വേഗം വണ്ടിയിൽ കയറ്, നമുക്കിനി പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. ഓക്കെ, ഇവിടെ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ പക്ഷേ എനിക്ക് ബുഗാട്ടി കാറൊന്നും കാണാനില്ല, പുറത്ത് ഒരു വണ്ടി പോലും ഇല്ല. ചിലപ്പോൾ ആ വണ്ടി ഗ്യാരേജിൻ്റെ അകത്താവും. നമുക്കപ്പോൾ പതുക്കെ ആ ഗ്യാരേജിൻ്റെ അകത്ത് നോക്കി നോക്കാം. എന്തുട്ടായാലും നമുക്ക് ആ വണ്ടി കിട്ടിയേ പറ്റുമോ. എടാ പിൻച്ചാനെ, നീ ഇവിടെ തന്നെ നിന്നാൽ മതി കേട്ടാ, അകത്തേക്ക് വരണ്ട. ഞാനിവിടെ വണ്ടി ഉണ്ടോയെന്ന് നോക്കി നോക്കട്ടെ. മുമ്പിൽ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. അയാൾ പക്ഷെ അങ്ങോട്ട് നോക്കി നിൽക്കുക, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഒരു ഷട്ടറൊക്കെ ഉണ്ട്. ഇതെന്തത് തുറക്കാത്ത? ഓക്കെ, അതങ്ങനെ തുറന്നേക്കാണ്. ഇതിൻ്റെ അകത്ത് പക്ഷേ വണ്ടിയൊന്നുമില്ല. ഓക്കെ, ഇവിടെയും ഷട്ടറൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തുണ്ടോ? ഇതിൻ്റെ അകത്തും വണ്ടികളൊന്നുമില്ല. ഇതിൻ്റെ അപ്പുറത്ത് ഒരു ഷട്ടറുണ്ട്, ചിലപ്പോൾ അതിൻ്റെ അകത്തുണ്ടാവും. ഇവിടെ മേലെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. അയാൾ പക്ഷേ മൊബൈലിൽ നോക്കി നിൽക്കുക, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് ഒരു വണ്ടി ഉണ്ട് കേട്ടാ. ഇത് പക്ഷേ ബുഗാട്ടി അല്ല, ഇത് വേറെ ഏതൊരു വണ്ടിയാ. നമുക്ക് ബുഗാട്ടി അടിച്ചു മാറ്റണ്ടേ. ചിലപ്പോൾ ഈ കാണുന്ന പോലീസ് സ്റ്റേഷൻ്റെ ആവില്ല. ഇവിടെ ലോസ് ആൻഡോസിൽ ഇഷ്ടം പോലെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ഇതിപ്പോൾ ലോസ് ആൻഡോസിലെ മെയിൻ പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ വണ്ടിയൊന്നുമില്ല. വേറെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, വൈൻവുഡിലത്തെ പോലീസ് സ്റ്റേഷനാണ്. നമുക്കപ്പോൾ അങ്ങോട്ട് പോയി നോക്കി നോക്കാം. നമ്മൾ വന്ന വണ്ടി ഈ ഫ്ലൈ ഓവറിൻ്റെ മേലെയുള്ളത്. എങ്ങനെ മേലേക്ക് കയറി പോവുക? ഒരു മിനിറ്റ്, ഇവിടെ ഒരു വണ്ടി ഉണ്ടല്ലോ. ഇതൊരു ബുഗാട്ടിയാണ്. ഈ ബുഗാട്ടി ആണെങ്കിൽ മോഡിഫൈഡാ, ഫുള്ള് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സംഭവം കൊള്ളാം കേട്ടാ, അടിപൊളിയുണ്ട്. എനിക്ക് തോന്നണതേ ഈ വണ്ടി മോഡിഫൈഡ് ആയതുകൊണ്ട് പോലീസുകാർ പിടിച്ചതാവുന്നു. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടി അങ്ങ് അടിച്ചു മാറ്റാം. ഇനി ഈ വണ്ടി ലോക്കാണോ? ഈ വണ്ടി ലോക്കൊന്നുമല്ല, എന്തെങ്കിലും ആവട്ടെ. അല്ല, ഇതെന്തത്? നമുക്കിവിടെ 3 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടിയല്ലോ. ഈ ഭാഗത്ത് CCTV ക്യാമറ ഉണ്ടാവും. ചിലപ്പോൾ പോലീസുകാർ CCTV ക്യാമറ വഴി കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ശരിക്കും പണിപ്പാളി. നമുക്കിപ്പോൾ എത്രയും പെട്ടെന്ന് പോലീസിൽ നിന്ന് രക്ഷപ്പെടണം. വണ്ടി പിന്നെ ഡാമേജ് ആവാണ്ട് നോക്കണം കേട്ടോ, ഡാമേജ് ആയ പണിപ്പാളും. നമുക്ക് പിൻച്ചാനെ ഒന്ന് വിളിക്കാം. പിൻച്ചാൻ അവിടെ ഫ്ലൈ ഓവറിൻ്റെ മേലെ നിൽക്കുക. അവനോട് വണ്ടി എടുത്ത് വീട്ടിൽ പോകാൻ പറയാം. എൻ്റെ പിന്നാലെ പിന്നെ നിറച്ച് പോലീസാണല്ലോ. ഓക്കെ, ഇവിടെ ഞാൻ പിൻച്ചാനെ വിളിച്ചു, അവനോട് വീട്ടിൽ പോകാൻ പറഞ്ഞു. അവന് പിന്നെ വണ്ടി ഓടിക്കാനൊക്കെ അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. അവൻ പിന്നെ വീട്ടിലേക്ക് പൊക്കോളും. നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലും പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെടണം. എവിടേക്കപ്പോൾ പോവുക? 3 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടിയേ. ഈ കാണുന്ന സ്ഥലം വലിയ കുഴപ്പമൊന്നുമില്ല. പോലീസുകാർ മിക്കവാറും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് വിചാരിക്കണു. നമുക്കപ്പോൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ വാണ്ടഡ് ലെവലാണെങ്കിൽ പതുക്കെ മിന്നുണ്ട്, പോയാൽ മതിയായിരുന്നു. അയ്യോ, പോലീസുകാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ. അവർക്ക് എന്നാലും എങ്ങനെ മനസ്സിലായേ ഞാനിവിടെ ഉണ്ടെന്ന്? ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ രക്ഷപ്പെടാ? ഒരു മിനിറ്റ്, ഇവിടെ വാണ്ടഡ് ലെവലൊക്കെ പോയേക്കാ, എന്തെങ്കിലും ആവട്ടെ. നമുക്കപ്പോൾ ഈ വണ്ടിയും കൊണ്ട് നേരെ സിമിയോൻ്റെ ഷോറൂമിലേക്ക് പോവാം. ഇതും കൂടി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ $100 മില്യൺ കിട്ടും. വണ്ടിയിൽ പിന്നെ ഡാമേജ് ഒന്നുമില്ലല്ലോ. വണ്ടിയിൽ ഡാമേജ് ഒന്നുമില്ല, ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഇല്ല, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ ഗൈസ്, ഈ കാണുന്ന വണ്ടി കൂടി ഞാനങ്ങനെ കൊണ്ടുവന്നേക്കാണ്. സിമിയോൺ നമുക്ക് ക്യാഷൊക്കെ തന്നു. ഇതിൻ്റെ അകത്ത് $100 മില്യൺ ഉണ്ട്. ഞാൻ എണ്ണി നോക്കി. എന്തെങ്കിലും ആവട്ടെ, നമുക്കിപ്പോൾ ഏതായാലും ക്യാഷൊക്കെ കിട്ടിയേക്കാം. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.